ഹലോ എവ്രി വൺ, അക്കോർഡിംഗ് ടു ദ താരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ എല്ലാവരും കണ്ടു കാണും. അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതാണ് ഇന്ന് നോക്കുന്നത്. സോ ലെറ്റ് സീ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പ്രേക്ഷകരുടെ ജീവിതത്തിൽ. ഈ ഒരു മന്ത് ദാറ്റ് ഈസ് ഹോലി വരുന്നുണ്ട്. ഓക്കെ, അതിന് മുമ്പ് തൊട്ടുള്ള ഈ ഒരു പീരീഡ് ടൈമിങ് ഇച്ചിരി ഡിഫിക്കൽട്ടാണ് എല്ലാവർക്കും. ഓക്കെ, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം. റോഡിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ചും ട്രാവലിംഗ് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വഴക്കുകൾ അവോയ്ഡ് ചെയ്യുക, ദേഷ്യം അവോയ്ഡ് ചെയ്യുക. ലെറ്റ്സ് സീ എന്താണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ അടുത്തത് വരാൻ പോകുന്നത്. എന്താണ് വരാൻ പോകുന്നത് ഡിവൈൻ? Two of Pentacles, Page of Cups, Eight of Pentacles, the Moon. Okay. ചില പ്രേക്ഷകർക്ക് മണി സോഴ്സസ് കൂടുകയാണ്. ഓക്കെ, അതായത് നിങ്ങൾ പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാകാം, പുതിയത് എന്തെങ്കിലും പഠിക്കുന്നുണ്ടാകാം. അത് നിങ്ങളുടെ പണത്തിൻ്റെ സോഴ്സസ് നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് പണം വരവ് അല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിത്തരുന്നതാണ്. ഇമോഷണൽ ഗുഡ് ന്യൂസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും. പക്ഷെ ചില പ്രേക്ഷകർക്ക് ഈ സന്തോഷം കുറച്ച് ദിവസത്തേക്ക് മാത്രം ആയിരിക്കും നിലനിൽക്കുക. ഓക്കെ, ബിക്കോസ് ഇതൊരു ന്യൂസ് ആണ്. ഓക്കെ, സോ പ്രേക്ഷകർക്ക് ഒരു അഡ്വൈസ് ഇവിടെയുണ്ട്. എക്സസ് പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർ, ദാറ്റ് ഈസ് നിങ്ങളുടെ എക്സ് നിങ്ങളെ കോൾ ചെയ്യും അല്ലെങ്കിൽ എക്സ് തിരിച്ചു വരും എന്ന പ്രതീക്ഷയുള്ള മെമ്പേഴ്സും, അതുപോലെ തന്നെ ജോലി വരുന്നുണ്ട്. ജോലിയിൽ നിന്ന് തിരിച്ചൊരു കോൾ നിങ്ങൾക്ക് വരും. ജോലി വിട്ടുപോയ മെമ്പേഴ്സ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ജോലി നിങ്ങൾ അപേക്ഷിച്ചിട്ട് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റിയ ജോബ് ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾക്കൊരു കോൾ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കൂ, ഈ സന്തോഷം കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ബിക്കോസ് ഇത് പേജാണ്. ഓക്കെ, അത് അധിക ദിവസം നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഏത് സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ലോങ് ടേം വേണ്ടത്, സന്തോഷം എത്രത്തോളം നിലനിൽക്കണം, ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾ ഡിസിഷൻ എടുക്കുക. 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ഈ വരുന്ന ന്യൂസിൻ്റെ മേളിലല്ല നിങ്ങളുടെ ജീവിതം. ഓക്കെ, ഈ വരുന്ന ന്യൂസ് എന്തുമായിക്കോട്ടെ, എത്ര സന്തോഷം നിങ്ങൾക്ക് തൽക്കാലം നൽകുന്നതായിക്കോട്ടെ, നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നോ, അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, സാമ്പത്തിക കാര്യങ്ങളായിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നോ അതിലൂടെ ആയിരിക്കും നിങ്ങളുടെ ഉയർച്ച. ഓക്കെ, അല്ലാതെ നിങ്ങളുടെ എക്സ് തിരിച്ചു വരുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ വിട്ടുപോയ ജോബ് അവിടുന്ന് ഒരു തിരിച്ചു കോൾ വരുന്നുണ്ടോ അല്ലായിരിക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ സ്റ്റേറ്റസ് എന്ന് ഞാൻ പറയുമ്പോൾ ഒത്തിരി പണമുണ്ട് അതുകൊണ്ട് പണത്തിൻ്റെ സ്റ്റേറ്റസ് അങ്ങനെയല്ല. നിങ്ങളുടെ സ്കിൽസ്, ഓക്കെ, പ്രേക്ഷകരുടെ അറിവ്, പ്രേക്ഷകരുടെ നോളജ്, പ്രേക്ഷകരുടെ എക്സ്പീരിയൻസ്, ഓക്കെ, അതിനനുസരിച്ച് കിട്ടുന്ന ഒരു ജോലി, അതിനനുസരിച്ച് കിട്ടുന്ന ഒരു പാക്കേജ്. ഓക്കെ, നിങ്ങൾക്ക് ജോലിയുടെ ഓഫർ കിട്ടി, ജോബ് ഓഫർ കിട്ടി, പക്ഷേ അവരുടെ പാക്കേജ് നിങ്ങളുടെ വേർത്തിനനുസരിച്ചുള്ള പാക്കേജ് അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കൂ വെദർ നിങ്ങൾക്ക് ആ ഒരു ജോബ് എടുക്കണോ വേണ്ടിയോ. കാരണം ചില പ്രേക്ഷകർക്ക് ഏറെ ബുദ്ധിമുട്ടുകളുള്ള സാഹചര്യമായിരിക്കും. അവർക്ക് ഈ ജോലി അത്യാവശ്യമാണ്. ദാറ്റ് ഈസ് 2 മാസം നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ജോലി വേണം, റൈറ്റ്? പക്ഷേ നിങ്ങൾ ആ ജോലി ഗ്രാബ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ആ ജോലി എടുക്കുകയാണെങ്കിൽ പോലും മറ്റ് സ്ഥലങ്ങളിൽ ഓഫേഴ്സ് ഉണ്ടാകും, ഇൻ്റർവ്യൂസ് കൊടുക്കൂ, ജോബ് ആപ്ലിക്കേഷൻസ് കൊടുക്കൂ എന്നതാണ് പറയുന്നത്. ഏതൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നതും സാമ്പത്തികമായിട്ടുള്ള ഡിസിഷൻ പ്രത്യേകിച്ചും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ത് പറയുന്നു അതിൽ വേണം, മറ്റാൾക്കാരുടെ അഭിപ്രായങ്ങളിൽ ആവരുത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്.
സാമ്പത്തികമായിട്ട് എന്ത് ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നോ, നിങ്ങൾ മറ്റാർക്കെങ്കിലും ആ ഡിസിഷൻ്റെ അതോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ചില മെമ്പേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആൾക്കാരെ ഏൽപ്പിക്കും, ഇത് നോക്കിക്കോണേ, നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കൂ, നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ഹോൾഡ് വെക്കൂ എന്നത് വരുന്നുണ്ട്. ഓക്കെ, ഓൾ റൈറ്റ്. സോ ലെറ്റ് സി, മണി റിലേറ്റഡ് മാത്രമാണോ ഈ ന്യൂസ്? ഓക്കെ, അല്ല, ചിലർക്ക് ഫ്രണ്ട്സ് റിലേറ്റഡ് ആണ്. ഓക്കെ, ചിലർക്ക് അവരുടെ ഫാമിലി റിലേറ്റഡ് ന്യൂസ് ആണ്, ഫാമിലി റിലേറ്റഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. 10 of Wands, Queen of Swords and Page of Wands ആണ് വന്നത്. സോ ചില പ്രേക്ഷകർക്ക് പണം റിലേറ്റഡ് ആണ്, സാമ്പത്തിക റിലേറ്റഡ് ആണ്. ചില പ്രേക്ഷകർക്ക് അവരുടെ കൂട്ടുകാർ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ്, ലോസ്റ്റ് എന്ന് പറയാൻ കാരണം ഏറെ വർഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ബന്ധമൊന്നുമില്ലാത്ത നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഓക്കെ, അവരുമായിട്ടുള്ള കൂടിക്കാഴ്ച വരുന്നുണ്ട് ചില പ്രേക്ഷകർക്ക്. അവരിൽ നിന്നൊരു ന്യൂസ് ലഭിക്കാം, ഒരു ഫോൺ കോൾ, ഇമെയിൽ, ലെറ്റർ അല്ലെങ്കിൽ ഗിഫ്റ്റ്. ഓക്കെ, നിങ്ങൾ മറന്നുപോയ നിങ്ങളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടാം. ചില മെമ്പേഴ്സിന് ഫാമിലി റിലേറ്റഡ് ഫങ്ഷൻസോ ഫാമിലി റിലേറ്റഡ് എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവിടെ ഏറെ വർക്ക് ലോഡ് കൂടാവുന്നതാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് ബി ടു ദ പോയിൻറ്റ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് ആരോടെങ്കിലും, നിങ്ങളുടെ പോയിൻറ്റ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ സംസാരിക്കുക. ഓക്കെ, പകുതി പറയുക, പകുതി മനസ്സിൽ വെക്കുക, അങ്ങനെ ചെയ്യരുത്. ക്ലിയർലി നിങ്ങളുടെ കാര്യങ്ങൾ പറയുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രയോറിറ്റിയും കൂടി നോക്കുക, അല്ലെങ്കിൽ ഈ വർക്ക് ലോഡിൻ്റെ അടിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഇല്ലാതായി പോകും. ദാറ്റ് ഈസ് നിങ്ങളുടെ പ്രയോറിറ്റീസ് ഇല്ലാതായി പോകും. അങ്ങനെ ചെയ്യരുത്. പൂക്കൾ റിലേറ്റഡ് ആയിട്ടുള്ള നേർച്ചകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കുക. ഓക്കെ, സോ ഐ തിങ്ക് ആരോ പൂക്കൾ റിലേറ്റഡ് പൂക്കൾ ഉൾപ്പെടുന്ന ഒരു നേർച്ച. ഓക്കെ, ആ നേർച്ച നിങ്ങൾ ഏത് ദേവാലയത്തിൽ ചെയ്തിട്ടുണ്ടോ അത് പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ അത് ചെയ്യുക. ഓക്കെ, പേജ് ഓഫ് വോൺസ് ആണ് വന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ ആ ഒരു ആകർഷണമല്ല, ബട്ട് ജിജ്ഞാസ. ഓക്കെ, ആ ജിജ്ഞാസ കൊണ്ടുവരൂ ജീവിതത്തിൽ എന്നാണ് ഇവിടെ പറയുന്നത്. ഏറെ പ്രേക്ഷകരുടെ ജീവിതത്തിൽ ജിജ്ഞാസ ഇല്ലാതായി കഴിഞ്ഞു. ഓക്കെ, ഇന്ന് ജീവിച്ചു, നാളത്തെ ദിവസം രാവിലെ എണീക്കുന്നു, അതേപോലെ കാര്യങ്ങൾ ചെയ്യുന്നു, കടന്നുറങ്ങുന്നു. അടുത്ത ദിവസം എണീക്കുന്നു, അതേപോലെ കാര്യങ്ങൾ ചെയ്യുന്നു, കടന്നുറങ്ങുന്നു. ആ ഒരു പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ജിജ്ഞാസ ജീവിതത്തിൽ കൊണ്ടുവരൂ. അടുത്ത ദിവസം എന്ത് നല്ലത് സംഭവിക്കും? ഓക്കെ, ചില പ്രേക്ഷകർക്ക് ഏറെ വിഷമഘട്ടങ്ങളായിരിക്കാം, ചില പ്രേക്ഷകർക്ക് വളരെ സ്ട്രെസ് ആൻഡ് ടെൻഷൻ റിലേറ്റഡ് ഉള്ള കാര്യങ്ങളായിരിക്കാം ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ പോലും അടുത്ത ദിവസവും എനിക്ക് ഇതേ ടെൻഷൻ ആണ് കിട്ടാൻ പോകുന്നത് എന്ന് വിചാരിക്കാതെ, ഓക്കെ, അടുത്തത് എന്ത് നല്ലത് എനിക്ക് കൊണ്ടുവരാം എൻ്റെ ജീവിതത്തിൽ എന്നുള്ള ഉത്സുകത നിങ്ങളുടെ ജീവിതത്തിൽ വെക്കൂ എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ സംതിങ് ഇമ്പോർട്ടൻ്റ് ഇസ് കമ്മിങ്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തോ ഇമ്പോർട്ടൻ്റ് വരുന്നുണ്ട്, പക്ഷേ അത് നിങ്ങളുടെ ജിജ്ഞാസ ഇല്ലാത്തത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഗൈഡ്സ് ഇവിടെ പറയുന്നത് ജിജ്ഞാസ വളർത്തൂ. ഒരു കാര്യം വന്നാൽ അതെന്താണ്, എന്തിനെക്കുറിച്ചാണ്, എന്തൊക്കെ ചെയ്യാൻ പറ്റും, എനിക്കതെങ്ങനെ ഉപകരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഉപകരിക്കും, ഇതൊക്കെ അറിയാനുള്ള ആ ജിജ്ഞാസ കൊണ്ടുവരൂ, വളർത്തൂ എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എന്താണ് അടുത്തത് പ്രേക്ഷകരുടെ ജീവിതത്തിൽ വരുന്നത്? ഏഞ്ചൽസ് എന്താണ് വരുന്നത്? പ്രേക്ഷകരുടെ ജീവിതത്തിൽ എന്താണ് വരുന്നത്? പ്രേക്ഷകരുടെ ജീവിതത്തിൽ എന്താണ് വരുന്നത്? നൈറ്റ് ഓഫ് സ്വോർഡ്സ് ആണ് വരുന്നത്. വേഗതയാണ് വരുന്നത്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് സമയം കിട്ടില്ല ഒരു കാര്യം ആലോചിക്കാൻ.
ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് ഡിസിഷൻ എടുക്കേണ്ട സന്ദർഭങ്ങൾ വരാം. ജസ്റ്റിസ് ആണ് വരുന്നത്. സോ ലീഗൽ ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യേണ്ടതുണ്ടാവും. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടാകാം. കോർട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടാകാം. ലോ റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യങ്ങൾ ഇവിടെ വരാം. ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് 9 ഓഫ് വോൺസ് ആണ് വന്നത്. ചിലർക്ക് പേടി ഉണ്ടാകാം മനസ്സിൽ, അല്ലെങ്കിൽ ഇത് ഞാൻ എങ്ങനെ ചെയ്തെടുക്കും എന്നുള്ള ഒരു ഉത്സുക്ത, ദാറ്റ് ഈസ് ഉത്സുക്ത പ്ലസ് പേടി. ഓക്കെ, രണ്ടും കൂടി ഒന്നിച്ചുണ്ടാകാം. ആൻഡ് പ്രേക്ഷകർ ശ്രദ്ധിച്ചെങ്കിൽ 3ലും റെഡ് കളർ പ്രോമിനൻ്റ് ആണ്. സോ ദേഷ്യം, പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, ഓക്കെ, ആലോചിക്കാതെ ചെയ്തു പോകുന്ന കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാം. അവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾറെഡി മാർസിൻ്റെ കാലമാണ്. ഓക്കെ, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുക, പെട്ടെന്ന് ദേഷ്യം വരാം, പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ നിങ്ങളെ ബാധിക്കാം. അതുകൊണ്ട് സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, വാട്ട് എൽസ്? എന്താണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ അടുത്തത് വരുന്നത്? എന്താണ് വരുന്നത്? എന്താണ് വരുന്നത് പ്രേക്ഷകരുടെ ജീവിതത്തിൽ? സേക്രൽ ചക്ര ആൻഡ് ഷാഡോ. ഓക്കെ, പല പ്രേക്ഷകർക്ക് എൻലൈറ്റ്മെൻറ്റ് ആണ് വരുന്നത്. ഓക്കെ, എൻലൈറ്റ്മെൻറ്റ് മീൻസ് നിങ്ങൾ ഇതുവരെ എന്തൊക്കെയാണ് ജീവിതത്തിൽ ചെയ്തത്, അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ? ഓക്കെ, ആ ഒരു ചോദ്യം സ്വയമേ ചോദിക്കേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ബിട്രയൽ കിട്ടിയിട്ടാകാം. ഓക്കെ, ഒരാളുടെ ചതി വഞ്ചനയിലൂടെ ആകാം. അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഈസിയാണ് ഒരു കാര്യം എന്ന് വിചാരിച്ച സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ പോകുമ്പോൾ ഇത് എത്രത്തോളം ഡിഫിക്കൽട്ടാണ്, എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ്, ആൻഡ് എത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം എനിക്ക് തോന്നുന്നു ചില പ്രേക്ഷകർ, ഓൾമോസ്റ്റ് ഏറെ പ്രേക്ഷകർ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ 4 വശങ്ങൾ ആലോചിക്കാറില്ല. ഓക്കെ, ഇത് ചെയ്താലെന്ത്, ഇതെനിക്ക് എത്ര ഗുണം, ഇത് മാത്രം ആലോചിച്ച് ചെയ്യുന്ന പ്രേക്ഷകരാണ്. സോ അവിടെ ഷാഡോ വർക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട്. 8+1 9 ആണ്. സോ ഡെഫിനറ്റ്ലി അതൊരു എൻഡിങ്ങിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു അറിവ്, ആ അറിവ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുകയാണ്. സേക്രൽ ചക്ര ഹീലിംഗ് ആവശ്യമുണ്ട് പ്രേക്ഷകർക്ക്. ഓക്കെ, സോ സേക്രൽ ചക്ര ഹീലിംഗ് വം എന്ന് ചൊല്ലുക, അല്ലെങ്കിൽ ഓറഞ്ച് കളർ ഏറെ കയ്യിൽ വെക്കൂ. ഓറഞ്ച് കളറുമായിട്ട് വർക്ക് ചെയ്യൂ. എവിടെയോ നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സെൽഫ് വർത്ത്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ദാറ്റ് ഈസ് നിങ്ങൾക്ക് പുതിയ കാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ വിവേകം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർത്തിയിട്ടുണ്ടാകാം. അതിൽ പിന്നെയും ഒരു പുനർജന്മം എന്ന് പറയുന്നത് പോലെ പിന്നെയും ആ കാര്യങ്ങൾ, വിട്ടുപോയ കാര്യങ്ങളെ പിന്നെയും എടുത്തു ചെയ്യുക. ഓക്കെ, ആ ഒരു ബ്ലോക്കേജ് നിങ്ങളുടെ ലൈഫിലുണ്ട്. ആ ബ്ലോക്കേജ് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, എനിത്തിങ് എൽസ്? എനി ലാസ്റ്റ് മെസ്സേജ്? എനി ലാസ്റ്റ് മെസ്സേജ്? Any last message, please? Any last message for the members who are watching this video? Last message for them? Last message. അടുത്തത് എന്താണ് വരുന്നത്? പ്രോസ്പെരിറ്റി ബിഗിൻസ് ആൻഡ് ട്രൂത്ത്. ഒരു ട്രൂത്താണ് നിങ്ങൾക്ക് വരുന്നത്. ഒരു സത്യം നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഈ സത്യം നിങ്ങളുടെ മണി ബ്ലോക്കേജസ് മാറ്റി തരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച, പ്രോസ്പെരിറ്റി, ഐശ്വര്യം, ലക്ഷറി, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, സോ അടുത്തതായിട്ട് ഇതാണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പല പ്രേക്ഷകർക്കും ഇത് റെസനേറ്റ് ആകും, എന്നാൽ പല പ്രേക്ഷകർക്കും റെസനേറ്റ് ആകില്ല. കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, സോ കൈൻഡ്ലി കേൾക്കൂ. എത്ര നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു അതെടുക്കൂ. ഓക്കെ, കമൻറ്റ് സെക്ഷൻ പോസിറ്റീവായി വെക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗായ്സ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ട്, ഫലപ്രദമാകുന്നുണ്ട്, നിങ്ങൾക്ക് അറിവ് നേടാൻ കഴിയുന്നുണ്ട്, ആൻഡ് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക,
ആസ് വെൽ ആസ് ഷെയർ ചെയ്യുക ആൻഡ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ എല്ലാവരും ഓൺ ചെയ്ത് വെക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.